ില്ല തീരുമാനിക്കുന്ന നിങ്ങളെ ഫീസൂറും കേട്ടോ, വേറെ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. ഇനി എന്താ ആയുട്ടാലെന്താ? ആയുട്ടാലെന്താന്ന് എനിക്ക് മനസ്സിലാക്കാം. നമ്മളൊന്ന് ആയുട്ടാലെന്താ? ഇനി നമ്മളെ കൂരിയാട് നദിവിന്റെ കേട്ടവനെ ആ പ്രസ്താവനക്ക് എനിക്ക് പ്രചോദകമായത് ഈ തിരുകേശങ്ങളുടെ ആധിക്യം ഒന്ന് മാത്രമായിരുന്നു. ആയിരക്കണക്കിന് മുടികൾ കയ്യിലുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ അതിൽ നിന്നൊരു കഷ്ണം കേരളത്തിലെ ഒരാൾക്ക് നൽകി എന്നതായിരുന്നു വാർത്ത. ഞാൻ ചോദിക്കുന്നു, കൂരിയാട് നദി ആ വാർത്ത ഏത് പേപ്പറിലാണുള്ളത്? ആയിരക്കണക്കിന് മുടികളുള്ള ഒരാൾ കേരളത്തിലെ ഒരാൾക്കൊരു മുടി കൊടുത്തു എന്ന വാർത്ത ഏത് പത്രത്തിലാ വന്നത്? എതിരാളികൾ പടച്ചുവിട്ട ഏതെങ്കിലും വാചകങ്ങൾ, ഏതെങ്കിലും നെറ്റുകൾ, ഏതെങ്കിലും ലഘുലേഖകൾ, ഏതെങ്കിലും പത്രത്തിൽ ആരെങ്കിലും കൊടുത്തതാണോ നിങ്ങൾ ഉദ്ധരിച്ചത്? ചോദിക്കട്ടെ, ആ ഷെയ്ഖ് അഹമ്മദ് ഖസറജി ആയിരക്കണക്കിന് മുടിയുണ്ട് എന്റെ കയ്യിൽ, ഒന്ന് ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ വാർത്തയുണ്ടോ? നിങ്ങൾ എന്തിനിങ്ങനെ കള്ളം പറയുന്നത്? അടുത്ത് വെക്കുവാനെ മൂപ്പർക്ക് ഒരു പുതിയ ഉസൂലുണ്ട്, ആ ഉസൂൽ ഒന്ന് പഠിപ്പിച്ചാലേ. ഏതെങ്കിലും വിഷയം നാം വിശ്വസിക്കുന്നുവെങ്കിൽ, അംഗീകരിക്കുന്നുവെങ്കിൽ ഖണ്ഡിതമായ ജ്ഞാനം അതിൽ നമുക്കുണ്ടാകണം. അത് ഇല്ല എന്നതാണ് ഇവിടെ പരാമൃഷ്ട വിഷയത്തിലുള്ള പ്രശ്നം. മൂപ്പര് പുതിയൊരു തീർച്ചയാക്കിയതാണ്. ഏതെങ്കിലും ഒരു വിഷയം വിശ്വസിക്കണമെങ്കിൽ ഖണ്ഡിതമായ തെളിവ് വേണോ? എന്നാൽ ഈ വാദക്കാർക്ക് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു നിങ്ങൾ ഓതിയ അതേ ആയത്തിന്റെ തഫ്സീറിൽ മറുപടി പറയുന്നു. എന്താ ആയത്ത്? അതേ ആയത്ത് എന്താണ്? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന മസ്ഊലാ. ഈ ആയത്തിന് എന്താണ് വ്യാഖ്യാനം? ഒരുപാട് വ്യാഖ്യാനം ഉദ്ധരിച്ചിട്ടുണ്ട്. വിശ്വാസപരമായ അല്ലാഹുവിനെ കുറിച്ചോ സിഫത്തിനെ കുറിച്ചോ അത്തരത്തിൽ വരുന്ന വിഷയങ്ങൾക്ക് ഖണ്ഡിത തെളിവ് വേണം, ഹഖാണ്. അതേ സമയത്ത് മറ്റുള്ള കർമ്മപരമായ വിഷയങ്ങൾക്ക് അതുപോലുള്ള തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ട തെളിവ് വേണോ? ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, അതേ ഖിയാസിനെ ഖിയാസിനെ തള്ളുന്ന കക്ഷികൾ ഈ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് പറയാണ്, അന്നൽ ഹുക്മ ഫിദ്ദീനി, പരിശുദ്ധ ദീനിൽ ഒരു തീരുമാനമെടുക്കൽ ബിമുജറദിൻ ലന്നി, ഖണ്ഡിതമായ ഇൽമു മുതവാത്തിറായ നിലക്കുള്ള ഇൽമല്ല, മറിച്ച് ലന്ന് കൊണ്ട് അതേ കൊടുക്കുന്ന ഇൽമ് ഹുക്മ് ജായിസും ബിഇജ്മാഇൽ ഉമ്മത്തി, സമുദായത്തിലെ ഒരു ഇമാമിനും ഒരാലിമിനും തർക്കമില്ല അതേ വിധി പറയാൻ. അങ്ങനെ ഖണ്ഡിതമാണെന്ന് പറയുന്ന തവാത്തുറിന്റെ അതത് റിപ്പോർട്ട് വേണ്ട. ഇനി മഹാനവറുകൾ അതിന് ഉദാഹരണം പറയുന്നു. കേട്ടോ കേട്ടോ അധികം പറയുമ്പോ നേരല്ല. കൗലു ഹാദിഹി ദബീഹത്തി ദബീഹത്തൻ ലിൽ മുസ്ലിം മദ്ലൂനൻ ലാ മഅലൂമുൻ വബയാൻ വബിനാഉൽ ഹുക്മി അലൈഹി ജായിസ്. നമ്മളൊരു ഹോട്ടലിൽ കയറി നമുക്ക് ഇറച്ചി മാംസം കൊണ്ടെത്തണം. അപ്പൊ ഇതാരാ അർത്ഥ പഠിച്ചോനെ, നമ്മളതിന്റെ സനതും നോക്കി പോണോ? ഇതാരാ അർത്ഥം നോക്കണോ? മോമിനായ മനുഷ്യൻ കൊണ്ടെത്തന്നാൽ ഹലാലായ ഇറച്ചിയാന്ന് മനസ്സിലാക്കി തിന്നുന്നതിന് കുഴപ്പമില്ല. നമുക്ക് 100% ഉറപ്പ് പറയാൻ കഴിയും ഇതാരാ അർത്ഥം. നമുക്ക് ആളെ തന്നെ ഇരിക്കില്ല, മാംസം കിട്ടിയില്ലല്ലോ. ഇനിയിപ്പോ നമ്മൾ ഇയാളെന്ത് ചെയ്യേണ്ടി വരും? നമ്മളെ കൂരിയാട് ഹോട്ടൽ കയറിയാല് സനത് ചോദിക്കുക, ഈ ഇറച്ചിന്റെ സനതേതാ, ആരാ ഇത് അർത്ഥം? ഇനിയും ഇമാം റാസി പറയുന്നത് കേട്ടോ, അൽ ഹുക്മു, ശരിക്ക് കേട്ടോ, അൽ ഹുക്മു അല ശഖ്സിൽ മുഅയ്യനി ബികൗനിഹി മുഅ്മിനൻ മദ്നൂനുൻ. ഒരു മനുഷ്യൻ മരിച്ചാൽ അവൻ സത്യവിശ്വാസിയാണ് എന്നതിന്റെ തെളിവ് ലന്നാണ്. അത് തവാത്തുർ കൊണ്ട് അറിയപ്പെട്ടതല്ല. അയാളെ കർമ്മങ്ങളും അയാളെ സ്വഭാവവും കണ്ടപ്പോ അയാൾക്ക് നമ്മൾ മയ്യിത്ത് നിസ്കരിക്കാണ്, നമുക്ക് ഉറപ്പുണ്ടോ അയാൾ മരിച്ചത് എങ്ങനെയാന്ന് ഉറപ്പുണ്ടോ? അങ്ങനെ ഒരു ഉറപ്പ് ആവശ്യമില്ല. പിന്നെയും മഹാനവറുകൾ പറയാണ്, പിന്നെ വലിഇതിമാദു അലാ സദാഖത്തിൽ അസ്ദിഖായി വഅദാബത്തിൽ അഅദാ കുല്ലുഹാ മദ്നൂന. ഒരാള് നമ്മളെ സ്നേഹിതനാണ്,
അയാൾ നമ്മളെ ചതിക്കൂല എന്ന നിലക്കൊരു സ്നേഹിതനൊരു സാധനം തന്നാൽ അത് സ്വീകരിക്കുന്ന സ്ഥലത്ത് ഖണ്ഡിതമായ തെളിവ് ആവശ്യമില്ല, മറിച്ച് ലന്ന് മതി. ഈ റാസിയൊക്കെ കണ്ടുപഠിച്ച പണ്ഡിതനാ കാന്തപുരം ഉസ്താദ്. അതുകൊണ്ടാണ് അഹമ്മദ് ഹസ്റജ് കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ കേസമാണെന്ന് പറഞ്ഞു തരുമ്പോ അവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ ഖണ്ഡിതമായ തെളിവ് ചോദിക്കേണ്ടതില്ല എന്നാ ഇമാം റാസിയുടെ പഠിപ്പിക്കുന്നത്. മൗലവിമാരെ, ഇനിയും 100 വിഷയം പറയാനുണ്ട്. ഇനി ചോദിക്കട്ടെ, ഒരാളോട് ചോദിച്ചു, മോനെ നിന്റെ ബാപ്പാന്റെ പേരെന്താ? എന്റെ ബാപ്പാന്റെ പേര് ഫുലാൻ. എന്താ മോനെ തെളിവ്? സനതുണ്ടോ? എനിക്ക് തെളിവ് ഉമ്മ പറഞ്ഞതാ. ഉമ്മ പറഞ്ഞേ മാത്രം തെളിവാ, അതെന്നെ തെളിവുള്ളൂ. അത് 100% ഖണ്ഡിതമായ തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. ഇല്ല, ഒറ്റ പെണ്ണ് പറഞ്ഞ, കൂടുതൽ ആളൊന്നും പറഞ്ഞില്ല, ഒരു പെണ്ണ് പറഞ്ഞതാ. എന്നാ പിന്നെ ഉമ്മാനോട് സനതി വയ്ക്കുക. ഉമ്മാനോട് പറയാ സാക്ഷി വേണം, കുറെ ആള് വേണം. എന്തിന്? എന്റെ ബാപ്പ എന്താണെന്നുള്ള തെളിവേ. ഇങ്ങനെ തെളിവ് കൊടുക്കാൻ കഴിയോ? ഇങ്ങനെ തെളിവ് വേണോ? എവിടുന്നാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കിയത്? ഇനി സുഹൃത്തുക്കളെ, അതേ റാസിയിൽ തന്നെ ആ ആയത്തിന്റെ തഫ്സീർ പറയുന്നുണ്ട്. കള്ളസാക്ഷി പറയരുത്, കള്ളം പറയരുത്, ഗീബത്ത് പറയരുത്. ഇതൊക്കെ ആ ആയത്തിന്റെ തഫ്സീറാണ്. ആ ആയത്തല്ലേ നിങ്ങൾ അള്ളാന്റെ ദീനിനെതിരെ ഓതിയത്, ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട വിധിക്കെതിരെ ഓതിയത്? കൂരിയാട് നബിയോടാ പറയുന്നത്. ഇനി സുഹൃത്തുക്കളെ, ഇയാള് പറയുന്നത് മർക്കസ് എന്ന് കൊടുത്ത ശൈഖ് കൊടുത്ത സനതുണ്ടല്ലോ, അത് ആട്ടിനെ പട്ടിയാക്കുന്ന ഏർപ്പാടാണ്. ഇത് വെറുതെ ആട്ടിനെ പട്ടിയാക്കുന്ന ഒരു ഏർപ്പാടാണ്. ശൈഖ് അഹമ്മദ് ആട്ടിനെ പട്ടിയാക്കിയതാണ് മൂപ്പര് പറയാ. എന്നാൽ തീർന്നില്ല, അതാണ് കേട്ടാ മതി. അടുത്ത വെക്കോനെ, ഈ മുടികൾ 100% വ്യാജമായ മുടിയാണ് എന്നതിൽ ഒരു സംശയവും ഇല്ല. കാരണം ഈ മുടി കെട്ടിക്കൊണ്ട് ആദ്യം വയ്ക്കാൻ ഒരു സംശയമില്ല. അയാൾ പറഞ്ഞു, എന്നാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ മുടിയാകാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കുരുത്തക്കേട് കെട്ടൂല എന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ എനിക്ക് പേടി ഉണ്ടാവും, പക്ഷെ ഇത് 100% നുണയാണ്, കറ്റുകെട്ടി ഉണ്ടാക്കിയതാണ് എന്ന് എനിക്ക് ഉറപ്പാ. ഉറപ്പ് കിട്ടണേ തവാത്തുർ കൊണ്ട് സ്ഥിരപ്പെടണമെന്ന് നിങ്ങളെ സുന്നി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ പുസ്തകത്തിലില്ലേ? തവാത്തുർ കൊണ്ട് നിങ്ങൾക്കിത് നുണയാണെന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ നുണയാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞത് 100% നുണയാണ് കേട്ടോ. ഇനി രണ്ടാമത് പറയട്ടെ, തീർന്നില്ല. മൂപ്പര് പറയുന്നത് ഒരു രസമുണ്ട്. മുമ്പ് ഒരാൾക്ക് ഒരു പശുവിനെ വീണിട്ട്, അപ്പൊ അതിന്റെ തലക്കൊരു കയറുണ്ടേ. അപ്പൊ എന്ത് ചെയ്യുന്ന അറിയോ? എനിക്കൊരു കയറ് വീണ് കിട്ടിയിട്ടുണ്ട്, അതിന്റെ തലക്കൊരു പശുവുണ്ട്. എന്താ പശുവിനെ കൊടുക്കാൻ വിചാരിച്ചില്ല. ഇതുപോലെ മൂപ്പരൊരു പ്രസംഗം കേട്ടോളികൾ. ഇവര് പറയാണ്, ഇതിന് സാക്ഷികളുണ്ട്, സാക്ഷികളൊക്കെ മൂപ്പര മകനും പേരമക്കളൊക്കെയാ.